നമ്മളിന്ന് കാണാൻ പോകുന്നത് മെഡിക്കസ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് പ്രോജക്റ്റ് ആണ്. ഇന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം അതിൻ്റെ ഡീറ്റെയിൽസ്. പേര് പറയാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് ഗാഥ. പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? മെഡിക്കസ് ആക്ച്വലി ഒരു ATM മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അത് എന്ന് വെച്ചിട്ട് നമ്മൾ മെയിൻലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂറൽ ഏരിയാസിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നൈറ്റ് ടൈം എന്തെങ്കിലും എമർജൻസി വന്ന് മെഡിസിൻസിൻ്റെ ആവശ്യം വരും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ മെയിൻലി ഈ മെഷീൻ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയൽ ടൈം ഡോക്ടറിന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നൈറ്റ് ടൈംസിൽ അത് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ ഡേ ടൈം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ തന്നെ, പക്ഷേ അത് എമർജൻസി സിറ്റുവേഷൻസ് ആയിരിക്കും, അല്ലാതെ നമുക്ക് എല്ലാ മെഡിസിൻസും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. ഈ പ്രൊജക്റ്റ് വന്നിട്ട് മെയിൻലി ഒരു ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ വരാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റാണിത്. ആക്ച്വലി ഇതിൽ മെഡിസിൻസ് നമ്മൾ ഓൾറെഡി ഇൻ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് യൂസർ വന്ന് ഒരു RFID റീഡ് ചെയ്തതിന് ശേഷമാണ് ഇത് ആക്ടിവേറ്റ് ആയി. ആ RFID രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമാണ് മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഓൾദോ ഒരു ഡോക്ടറിനെ നമുക്കിതിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ കോൾ ഇൻട്രാക്ഷൻ നമുക്കിതിലുണ്ട്. ആ ഡോക്ടർ ജോയിൻ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ്. ആ ആപ്ലിക്കേഷൻ വഴി ഡോക്ടറിന് തന്നെ എന്താണോ രോഗിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എന്താണോ കുഴപ്പം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള എമർജൻസി മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒരു ATM മെഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. മെഡിക്കൽ ഡിസ്പെൻസർ നമുക്ക് ഏതൊരു ടൈമിലും യൂസറിൻ്റെ ലോഗിൻ ID വെച്ചിട്ട് മെഡിസിൻ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെഡിസിൻ ഡിസ്പെൻസർ. അപ്പോൾ ഇതിലേക്ക് ആദ്യം യൂസർ രജിസ്റ്റർ ചെയ്യും. ഈ RFID കാർഡ് വെച്ചിട്ട് യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി യൂസറിൻ്റെ നെയിം ഇതിലേക്ക് രജിസ്റ്റർ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ യൂസറിന് എനി ടൈം ഇപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻ എടുക്കണമെങ്കിലോ ഈ RFID കാർഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു 3 റാസ്ബെറി പൈ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 സ്റ്റെപ്പർ മോട്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 3 മെഡിസിൻ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മെഡിസിൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതനുസരിച്ച് മെഡിസിൻ ഇങ്ങോട്ടേക്ക് കട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഇതിൽ മെയിൻലി ഹേർട്ട് റേറ്റ് സെൻസറും ടെമ്പറേച്ചർ സെൻസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്ന, ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഡോക്ടേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷന് ഡോക്ടേഴ്സിനും സ്ക്രീനിൽ പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഹേർട്ട് റേറ്റും കാണാൻ പറ്റും. അതിനനുസരിച്ച് പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി എന്താണ് പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണിത്. പിന്നെ ഇതിന്റെ ബാക്ക് എൻഡ് വന്നിട്ട് ഫയർ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്യൂരിറ്റിയിൽ നമുക്കൊരു ഇതും വേണ്ട. എവിടെ ഇരുന്ന് വേണേലും യൂസ് ചെയ്യാന്ന് മാത്രമല്ല, ഓരോ RFID കാർഡിനും ഓരോ മെയിൽ ID യും ഓരോ പാസ്വേഡും വെച്ചിട്ടുണ്ട്. സോ ഓരോ യൂസർ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് RFID കാർഡ് ലോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡും മെയിൽ ID യും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള മെഡിസിൻ സൈസസും അതിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ വെച്ചിട്ട് നമുക്ക് 10 or more യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിതിനെ നൈറ്റ്സിലും വേണ്ടി യൂസ് ചെയ്യാം. നൈറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വരികയാണ്, സപ്പോസ് എല്ലാ ഫാർമസീസും അവൈലബിൾ ആയിട്ടിരിക്കണമെന്നില്ല. സോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഡിസ്പെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ബോണിക് എഡ്യൂക്കേഷൻ്റെ സഹായത്തോടെയാണ്.